വാർത്തകൾ ആരും പറയാറില്ല. കേരളത്തിലെ ചിലർക്ക് ഉറക്കം പോകും, ഉറപ്പ്. ഈ രണ്ട് വാർത്തകൾ കേട്ടാൽ ഹാർട്ട് അറ്റാക്ക് വരും. ഒന്ന്, യോഗി ചെയ്തു. ജലാലാബാദ് ഇനിയില്ല, ഇനി പരശുരാമപുരി മാത്രം. ഇത് പേരുമാറ്റമല്ല, ചരിത്രം തിരുത്തലാണ്. ഷാജഹാൻപൂരിലെ ജലാലാബാദ് എന്ന അടിമത്തത്തിന്റെ അടയാളം യോഗി ആദിത്യനാഥ് തൂത്തെറിഞ്ഞു. ഇനി മുതൽ അത് പരശുരാമപുരി, ഭഗവാൻ പരശുരാമന്റെ ജന്മഭൂമി. തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭയിൽ ഏകകണ്ഠമായി പാസാക്കി. കേന്ദ്രം NOC കൊടുത്തു, അമിത്ഷാ ഒപ്പിട്ടു. ജിതിൻ പ്രസാദ് പറഞ്ഞു, ഇത് കോടിക്കണക്കിന് സനാതനികൾക്ക് അഭിമാന നിമിഷം. ഓർമ്മയുണ്ടോ? ഫൈസാബാദ് അയോധ്യയായി, അലഹാബാദ് പ്രയാഗ്രാജായി, ഇപ്പോൾ ജലാലാബാദും പോയി. മുഗളിന്റെ പേരുകൾ ഓരോന്നോരോന്നായി മാഞ്ഞു വീഴുന്നു. ഭാരതത്തിന്റെ പേരുകൾ തിരിച്ചു വരുന്നു. ഇത് കേൾക്കുമ്പോൾ കോഴിക്കോടും കണ്ണൂരും ഇരുന്ന് ഗസൽ പാടുന്ന ചിലർക്ക് നെഞ്ചുപിടയും. സഹിക്കില്ല, അറിയാം. രണ്ട്, ഇതിലും വലിയ ഞെട്ടൽ. ബുർഖയിട്ട സ്ത്രീകൾ BJP അധ്യക്ഷന് കൊടുത്ത സ്വീകരണം. ലക്നൌവിലെ റോഡിൽ നീണ്ട നിരയായി കറുത്ത ബുർഖയും നിഖാബും ധരിച്ച നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികൾ കയ്യിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ ഫോട്ടോ പിടിച്ച് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. വെറും 45 വയസ്സിൽ ദേശീയ അധ്യക്ഷനായ നിതിൻ നബി, യോഗി തന്നെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിച്ച നേതാവ്. 12 കിലോമീറ്റർ റോഡ് ഷോ. അതിന് ഇരുവശവും സ്വീകരിക്കാൻ നിന്നത് ഇവരാണ്. എന്തായി കേരളത്തിലെ പ്രചാരണം? UP മുസ്ലിം സ്ത്രീകൾ സുരക്ഷിതരല്ല, BJP പർദ്ദ നിരോധിക്കും, UP വർഗീയമാണ് എന്നായിരുന്നല്ലോ. എന്നിട്ടോ UPയിലെ പർദ്ദ ധരിച്ച പെൺകുട്ടികൾ തന്നെ BJP അധ്യക്ഷന്റെ പോസ്റ്റർ പിടിച്ച് വെൽക്കം പറയുന്നു. അല്ല, കേരളത്തിലും ഇതുപോലെ ബുർഖയിട്ട് മുസ്ലിം സ്ത്രീകൾ നിരനിരയായി നിന്നിരുന്നു. 2019 ഹിന്ദുക്കളുടെ ആചാരം തച്ചുടയ്ക്കാൻ. എന്നാൽ ഇത് UP യോഗി മോഡൽ. ഇതാണ് മോദി മാജിക്. ഒരു വശത്ത് സനാതന പൈതൃകം തിരിച്ചു പിടിക്കുന്നു, മറുവശത്ത് മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരെയും കൂടെ നിർത്തി വികസനം കൊണ്ടുവരുന്നു. ഇത് കണ്ടിട്ടും കേരളത്തിലെ ചിലർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല.